ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള തന്നെ നാടൻ മുരിങ്ങക്കായ മാങ്ങക്കറി തയ്യാറാക്കാം. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോഴേക്കും കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ 1/2 സ്പൂൺ അളവിലെ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് തിരുമ്മി കൂട്ടി കുഴച്ചെടുത്തതിന് ശേഷം കൈവെള്ളവും ഒഴിച്ച് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ഇനി കറിക്ക് ആവശ്യമായ മാങ്ങയും ചേർത്ത് തിളച്ച് വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 4 മുരിങ്ങക്കായ കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് അരമുറി നാളികേരത്തിലേക്ക് 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകവും 2-3 കൊച്ചുള്ളിയും 2 പച്ചമുളകും നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ച് വെന്ത് വന്നിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് ചേർത്ത് ചാറിന്റെ കട്ടിക്കനുസരിച്ചുള്ള വെള്ളം കൂടി ചേർത്തൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. കറി തിളപ്പിക്കാതെ ചൂടാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കണം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർന്നൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു തന്നെ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഇവയെല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വന്നാൽ പിന്നെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് പെട്ടെന്ന് തന്നെ മൂടി വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ കറിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ വളരെ സ്വാദിഷ്ടമായ നാടൻ മുരിങ്ങക്കായ മാങ്ങ കറി ഇവിടെ റെഡിയാണ്.